ഒരു റൗണ്ടിന്റെ എവിടെയും അതില്ല. ഇടത് കോട്ട കാത്തു സൂക്ഷിച്ചിരിക്കുന്നു. കെ രാധാകൃഷ്ണന് ശേഷം ആരെങ്കിലും ഇവിടെ നിന്ന് അസംബ്ലിയിലേക്ക് പോകുന്നുണ്ടെങ്കിൽ ഇടത് സ്ഥാനാർത്ഥി, ഇടത് പക്ഷത്തിന്റെ നേതാവേ പോവുകയുള്ളൂ. യു ആർ പ്രദീപിലൂടെ വീണ്ടും ഒരിക്കൽ മണ്ഡലം യു ആർ പ്രദീപിന്റേതായിരുന്നു. അദ്ദേഹം ആ മണ്ഡലം വീണ്ടും തിരിച്ചു പിടിച്ചിരിക്കുന്നു. ഇടതുപക്ഷത്തിന്റെ കോട്ട അതെങ്ങാനും പോയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ എവിടെയെങ്കിലും അതിൽ ഒരു ചാഞ്ചാട്ടം, ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം പറയേണ്ടി വന്നേനെ, മുഖ്യമന്ത്രി ഉത്തരം പറയേണ്ടി വന്നേനെ, CPM ഉത്തരം പറയേണ്ടി വന്നേനെ. ഏതായാലും ആശ്വാസമാണ് ഇടതുമുന്നണിക്ക്. കാരണം വലിയ നെഗറ്റീവ്, അതായത് പാലക്കാട്ട് 1315 അപർണ പറഞ്ഞ തരത്തിലേക്ക് കാര്യങ്ങൾ വരികയാണ്. 1315 രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭൂരിപക്ഷം വരുന്ന പശ്ചാത്തലം ഉണ്ടാകുന്നു. പാലക്കാട് രണ്ടാം സ്ഥാനമാര് എന്നുള്ളത് മാത്രമേ ചോദിക്കുന്നുള്ളൂ. സസ്പെൻസ് മാറുന്നു. കൃത്യം ചിത്രം വ്യക്തമാണ്. ഈ ഒൻപതാം റൗണ്ട് വോട്ടെണ്ണുമ്പോൾ ഓരോ നിമിഷവും ലീഡ് നില രാഹുൽ മാങ്കൂട്ടത്തിൽ ഉയർത്തുന്നു എന്ന് വേണം കാണാൻ. 1315 വളരെ പെട്ടെന്ന് 1315 രാഹുൽ മാങ്കൂട്ടത്തിൽ കണക്കുണ്ട്. ഏഴാം റൗണ്ടിൽ UDF-ന് 4174 ലീഡ് എന്നുള്ള രീതി. ലീഡ് ഏഴാം റൗണ്ടില് വോട്ടിന്റെ ലീഡ് നില. BJP-ക്ക് 2396, LDF 3103. മൂന്നാം സ്ഥാനത്തിലേക്ക് BJP പോകുന്നു എന്ന വളരെ അവിടെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ തന്റെ ഭൂരിപക്ഷം ഉയർത്തുകയും ചെയ്യുന്നത്. ഏഴാം റൗണ്ടിൽ എത്തിയപ്പോഴേക്കും ആദ്യമായി ഞാൻ മനസ്സിലാക്കുന്ന BJP മൂന്നാം സ്ഥാനത്തേക്ക്. ഇലക്ഷൻ കമ്മീഷൻ നമുക്ക് ഔദ്യോഗികമായ കണക്കാണ്. ചിത്രം പാലക്കാട് രണ്ടാമത് ഇടതുപക്ഷമാണോ? രണ്ടാം സ്ഥാനത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണോ ഇടതുപക്ഷം? BJP മൂന്നാം സ്ഥാനത്തേക്ക് പോവുകയാണോ? ആ ഒരു കണക്കാണ് നമുക്ക് കിട്ടേണ്ടത്, അല്ലെ രഞ്ജിത്ത്? അങ്ങനെയാണെങ്കിൽ വീണ്ടും ചിത്രം മാറി. എവിടെ? ഏഴാം റൗണ്ടിലാണ് ഇപ്പോൾ BJP മൂന്നാം സ്ഥാനത്തേക്ക് പോകുന്നു എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കണക്ക് ഇപ്പോൾ പുറത്തു വരുന്നത്. UDF 1315 വോട്ടിൽ ലീഡ് നേടിയ ഈ ഏഴാം റൗണ്ടിലാണ് ഇപ്പോൾ 1315 ലീഡിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തിയിരിക്കുന്നു. വീണ്ടും പാലക്കാട്ട് കാര്യങ്ങൾ മറിയുന്നു. 1315 രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തുന്നു. ഇനിയിപ്പോൾ തിരിച്ചു വരുമ്പോൾ, കൂടുതൽ വോട്ടുകൾ എണ്ണുമ്പോൾ, പിരായിരിയിലേക്ക് കൂടുതലായി കടക്കുമ്പോൾ രാഹുൽ വോട്ട് ഉയർത്തുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അങ്ങനെയാണെങ്കിൽ മത്സരം VD സതീശൻ പറഞ്ഞതുപോലെയല്ല, K മുരളീധരൻ പറഞ്ഞതുപോലെയാണ് പോകുന്നത്. മത്സരം LDF-ഉം UDF-ഉം തമ്മിലാണ് പാലക്കാട്. UDF-ഉം NDA-യും തമ്മിലല്ല, കോൺഗ്രസും BJP-യും തമ്മിലായിരുന്നില്ല എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. നോക്കട്ടെ, കോൺഗ്രസിനകത്ത് ആര് പറഞ്ഞ രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അപ്പോഴും സതീശൻ ഗ്രൂപ്പിന് സന്തോഷിക്കാവുന്നത് ജയിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ, ഷാഫി പറമ്പലിന്റെ പിൻഗാമി VD സതീശന്റെ പ്രിയപ്പെട്ട രാഹുൽ മാങ്കൂട്ടത്തിലേക്ക്. ഇനി അവസാനത്തെ 2 റൗണ്ടുകളിലാണ് മാത്തൂരുള്ളത്. സരിൻ മാത്തൂരും പിരായിരിയും എത്തുമ്പോൾ, പിരായിരി കഴിഞ്ഞ് മാത്തൂരെത്തി കണ്ണാടി എത്തുമ്പോഴേക്കും അത് LDF-ന്റെ ശക്തി കേന്ദ്രങ്ങൾ കൂടിയാണ്. അപർണ പറഞ്ഞതുപോലെ അവിടെ സരിന് വോട്ടുയർത്താനായാൽ ഒരുപക്ഷെ അത്ഭുതങ്ങൾ സംഭവിച്ചേക്കാം. സരിൻ രണ്ടാം സ്ഥാനത്തേക്ക് എത്തുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയേക്കാം എന്നുള്ള തീർച്ചയായും BJP ഏറ്റവും കൂടുതൽ പ്രതീക്ഷ അർപ്പിച്ചിരുന്ന ഒരു സ്ഥലമാണ്. RSS-ന്റെ ഒരു സാന്നിധ്യം ഇവിടെ ഉണ്ടായിരുന്നു എന്ന് വളരെ പ്രധാനമാണ്. കൂടുതൽ ബൂത്തുകൾ കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനം BJP-യുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. കഴിഞ്ഞ തവണ ശ്രീധരന്റെ സമയത്ത് പ്രവർത്തിച്ചതിനേക്കാളും 2021-നേക്കാളും ചിട്ടയോടെയുള്ള പ്രവർത്തനം നടത്തിയെന്ന ആത്മവിശ്വാസം അവർക്കുണ്ടായിരുന്നു. അവർക്ക് പോൾ ചെയ്യാതിരുന്ന പല വോട്ടുകളും പോൾ ചെയ്യിപ്പിക്കാനായി എന്ന ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. RSS 2021 കാര്യമായി കളത്തിൽ ഉണ്ടായിരുന്നില്ല. 24-ൽ അവർ പൂർണ്ണമായും ഇവിടെ BJP സ്ഥാനാർത്ഥിക്ക് വേണ്ടി, കൃഷ്ണകുമാറിന് വേണ്ടി പ്രവർത്തിച്ചിരുന്നു എന്ന ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. അതൊക്കെ വോട്ടാകുമെന്ന് അവർ സംഭവിക്കുന്നില്ല. ചിരിക്കുന്ന ഒരാളുടെ പേര് പറയാം. ഈ സമയത്ത് ചിരിക്കുന്ന ഒരു പേര് സന്ദീപ് വാര്യർ ചിരിക്കുന്നുണ്ടാകും. ഈ സമയത്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ വോട്ട് കൂടുമ്പോൾ C കൃഷ്ണകുമാർ മൂന്നാം സ്ഥാനത്തേക്ക് വരുമ്പോൾ ഉയരുന്ന ചിരി സന്ദീപ് വാര്യരുടേത് കൂടിയാണ് രഞ്ജിത്ത്. 1315 വോട്ടുകൾക്ക് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ലീഡ് ചെയ്യുന്നു എന്ന വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ചേലക്കരയിൽ ആഹ്ലാദ പ്രകടനം തുടരുകയാണ്. അതെ, 10,000-ലേക്ക് കടക്കുകയാണ് പ്രദീപിന്റെ ഭൂരിപക്ഷം. UR പ്രദീപിന്റെ ഭൂരിപക്ഷം 10,000-ലേക്ക് കടക്കുന്നു. 917 അത് 10,000 കടക്കുന്ന സംശയമില്ല. രാവിലെ മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോൾ 10,000 വോട്ടിന്റെ ലീഡിന് താൻ ജയിക്കുമെന്നാണ് UR പ്രദീപ് പറഞ്ഞത്. 2 ദിവസത്തിന് മുകളിൽ തങ്ങിയത് ചേലക്കരയിലാണ്. ഈ സർക്കാരിന്റെ വിലയിരുത്തൽ ഉണ്ടാകുമോ എന്ന് ചോദിച്ചപ്പോൾ ഉണ്ടാകുമെന്ന് UR പ്രദീപ് വ്യക്തമായിട്ട് പറഞ്ഞത് ചേലക്കരയിലാണ്.
ചേലക്കര ഇടതുപക്ഷത്തിന് പ്രതീക്ഷയുണ്ടായിരുന്നു. എവിടെയെങ്കിലും അടി പതറിയിരുന്നെങ്കിൽ മുഖ്യമന്ത്രി 2 ദിവസം തങ്ങി നടത്തിയ പ്രചാരണം പോലും തിരിച്ചടിച്ചു. അത് സർക്കാർ വിരുദ്ധ വികാരമായി മാറി എന്നുള്ള മാർക്കിടൽ വന്നേനെ. അതുണ്ടായില്ല. ചുവപ്പ് കര എഴുതി വരുന്നു. ചേലക്കര കെ രാധാകൃഷ്ണൻ അല്ലെങ്കിൽ അത് UR പ്രദീപിനുള്ളത് മാത്രമാണ്. പാലക്കാട് മൂന്നാം സ്ഥാനത്തേക്ക് പാലക്കാട് വീണ്ടും 1388 കൂടുന്നു. രാഹുൽ മാങ്കൂട്ടത്തില പാലക്കാട് മൂന്നാം സ്ഥാനത്തേക്ക് പോയാലും വയനാട്ടിൽ വലിയ പരാജയം സംഭവിച്ചാലും CPM-ന് LDF-ന് പറഞ്ഞു നിൽക്കാവുന്ന സ്ഥലം തന്നെയാണ് ചേലക്കര. അക്കാൻ സംശയമില്ല. ഭരണവിരുദ്ധ വികാരമടക്കം ചേലക്കരയിൽ തിരിച്ചടിയാകുമെന്നായിരുന്നു UDF-ന്റെ പ്രവചനം. അവിടെ രമ്യ ഹരിദാസ് പതിവിൽ കവിഞ്ഞ പ്രവർത്തനം UDF-ലൂടെ കാഴ്ചവെച്ച പശ്ചാത്തലമൊക്കെ നമ്മൾ കണ്ടു. പക്ഷെ അവിടെ കാര്യങ്ങൾ മറിച്ച് സംഭവിക്കുന്നില്ല. വീണ്ടും ചേലക്കര ചേലുള്ള കരയായി LDF-നൊപ്പം നിൽക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.